ശബരിമലയിലെ അയ്യപ്പ സംഗമം ലോക വിശ്വാസികൾ ഇന്ന് മലയാളികൾ മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വിശ്വാസികളായി ശബരിമലയിലേക്ക് വരുന്ന ലക്ഷങ്ങളാണ്. ആ ലക്ഷങ്ങളിലൂടെ കേരളത്തിൻ്റെയും നാടിൻ്റെയും അഭിവൃദ്ധി ശക്തിപ്പെടുത്താൻ വിശ്വാസികൾക്ക് വിശ്വാസികളുടെ വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കാനുമാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. ഇന്ന് ലോകത്തിൽ മക്കയിലും മദീനയിലേക്കും ആളുകൾ പോകുന്നില്ലേ? എങ്ങനെയാണ് സൗദി അറേബ്യ വളർന്ന് വികസിച്ചു വരുന്നത്? ലക്ഷക്കണക്കിന് വിശ്വാസികളല്ലേ തിരുപ്പതിയിലേക്ക് പോകുന്നു, പുട്ടവർത്തിയിലേക്ക് പോകുന്നു, ഏതെല്ലാം സ്ഥലങ്ങളിലേക്ക് ആളുകൾ പോകുന്നു. അതുപോലെ തന്നെ ക്രിസ്ത്യൻ ക്ഷേത്രങ്ങൾ എത്ര പേരാളുകൾ പോകുന്നു, ഏതെല്ലാം തരത്തിലുള്ള അനുഷ്ഠാനങ്ങൾ. ആ അനുഷ്ഠാനങ്ങളിലൂടെ ആ നാടിനൊരു മാറ്റം ഉണ്ടാകുന്നില്ലേ? ശബരിമല സന്നിധാനം, അയ്യപ്പ ഭക്തന്മാരുടെ ദർശനം, ഇതിലൂടെയല്ലേ നമ്മുടെ കോട്ടയവും പത്തനംതിട്ടയും ഇടുക്കിയും നമ്മുടെ നാടുമെല്ലാം കുറേ കൂടി സജീവമായി വലിയ തരത്തിലുള്ള വളർച്ചയ്ക്ക് സഹായകരമാകുന്നത്. എന്തിനാണ് ഈ UDF ആ വളർച്ചയെ തകർക്കുന്നത്? ആ വളർച്ചയെ തകർക്കാൻ നടത്തിയ ഹീനമായ ശ്രമങ്ങൾ നിങ്ങൾ നോക്കൂ. ഒരു പോറ്റിയെ കൊണ്ടുവന്നില്ലേ? അയ്യപ്പ സംഗമം അത് ലോകത്തിൻ്റെ മുമ്പിൽ ശ്രദ്ധേയമായ ഒരു കേന്ദ്രീകരണമാകുന്നു. അത് കേരളവും നാടും വളരുകയാണ്, വികസിക്കുകയാണ്. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ജനപിന്തുണ വർദ്ധിക്കുകയാണ്. അതിനെ തകർക്കാനല്ലേ കൃത്രിമമായിട്ടൊരു സംഭവം ഉണ്ടാക്കിയത്? അവിടുത്തെ പാളികൾ, സ്വർണ്ണപ്പാളികൾ പുതുക്കിപ്പണിയാൻ, പീഠം നിർമ്മിക്കാൻ ഇങ്ങനെ സ്വർണം കൊണ്ടുപോയിരിക്കുന്നു. സ്വർണം കാണുന്നില്ല. 4.69 കിലോ സ്വർണം കാണുന്നില്ല എന്നെല്ലാമുള്ളൊരു കഥ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് എന്താ നടത്തിയത്? ഇപ്പോൾ ആ പോറ്റി തന്നെയാണ് ഇതിൻ്റെ കാരണക്കാരനെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തുകയല്ലേ? ആരാ അതിൻ്റെ പിന്നിൽ? ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്ന പോറ്റിയ സ്വമേധയാ ഉണ്ടാക്കിയതാണോ? അങ്ങനെ ഒരു പോറ്റിക്ക് ചെയ്യാൻ സാധിക്കുമോ? എന്ത് വൃത്തികെട്ട രാഷ്ട്രീയമാണ് UDF കൈകാര്യം ചെയ്യുന്നത്? ഇങ്ങനെയാണോ കേരളത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഞാൻ നമ്മുടെ നാട്ടിലെ ബഹുജനങ്ങളോടാണ് ചോദിക്കുന്നത്, ഇതാണോ രാഷ്ട്രീയം? ഈ കോൺഗ്രസ് നമ്മുടെ നാടിനെ എവിടെ കൊണ്ട് ചെന്നെത്തിക്കും? ഈ കോൺഗ്രസിൻ്റെ ഈ നയങ്ങളും സമീപനങ്ങളും കേരളത്തിൻ്റെ നിലനിൽപ്പിന് അപകടമല്ലേ? നാം ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ട വിഷയമാണത്.